മിനിമം വേജസ് 40,000 ആക്കണം എന്ന് പറയുന്നിടത്ത് ഒരു സാങ്കത്യമില്ല. അത് ഒരിക്കലും നിയമങ്ങൾക്ക് നിരക്കുന്നതുമല്ല. മിനിമം വേജസ് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേഖലയിൽ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറ്റി നിർത്തിയാൽ ഒരു നയാ പൈസ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടുന്നില്ല. ഏറ്റവും ചെറിയ സ്ഥാപനവും നടത്തിക്കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു മിനിമം വേതനമാണ് ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടത്. മിനിമം വേജസിന് ലിഖിതമായ നാട്ടിൽ നടപ്പുള്ള വ്യക്തമായ നിയമങ്ങളുണ്ട്. മിനിമം വേജസ് ആക്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കോഡ് ഓൺ വേജസ് ഉണ്ട്. ഫെയർ വേജസും മിനിമം വേജസും കൂട്ടിക്കുഴച്ച് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി മിനിമം വേതനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടി വരും. 40,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കണം എന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞ് കൊണ്ടാണ് സമരം തുടങ്ങിയത്. അപ്പോൾ ഗവൺമെൻറ്റാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലുകളല്ല. പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പരെ കുറിച്ചൊക്കെ ഉള്ള അവരുടെ കമൻറ്റുകളും ഇതൊക്കെ ഒരു തൊഴിൽ സമരത്തിനോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിനോ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ക്ലാസ്സിന് ഒരിക്കലും യോജിക്കുന്ന ഒരു രീതിയിലല്ല സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു മിലിറ്റൻ്റ് രീതിയിൽ, ഒരു കോഴ്സീവ് രീതിയിലാണ് സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. 9-ാം തീയതി മുതലുള്ള സമരത്തിൽ അവർ മുഴുവൻ പേര് ഇറങ്ങിക്കൊണ്ടാണ് സമരം നിർത്തുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ ക്രിട്ടിക്കൽ ഏരിയാസിൻ്റെ കെയർ നടക്കുന്നത്? കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ മുഹമ്മദ് അലിയാണ് റൈറ്റ് അവറിൽ. സ്വാഗതം. താങ്ക് യു. നഴ്സുമാരുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികൾ പ്രത്യേകിച്ചും നഴ്സുമാരുടെ സമരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ അവരൊരു സമരം നടത്തിയിരുന്നു. ആ ഒരു സമരം അവസാനിപ്പിച്ച് വീണ്ടും ജോലിയിൽ കയറിയ നഴ്സുമാരാണ് രണ്ടാം ഘട്ടത്തിൽ ഒരു സമരത്തിലേക്ക് വീണ്ടും നീങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഈ നഴ്സസ് സമരം ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഫെബ്രുവരി 21-ന് ഒരു ഏകദിന പണിമുടക്ക് നോട്ടീസ് നൽകിക്കൊണ്ടാണ്. അന്ന് തൃശ്ശൂർ ഒരു റാലി നടത്തുകയും എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്ന്, കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിൽ നിന്ന് നഴ്സുമാർ പണിമുടക്കിക്കൊണ്ട് അവിടെ പങ്കെടുക്കുകയും ചെയ്തു. അതിന് നോട്ടീസ് നൽകിക്കൊണ്ടാണ് ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം പിന്നീട് അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് മാർച്ച് 4-ന് വീണ്ടും ഒരു ഏകദിന പണിമുടക്കും സ്ട്രൈക്കും സെക്രട്ടേറിയറ്റ് മാർച്ചും അത് ആണ് രണ്ടാമത് വരുന്നത്. ഇതിൽ ഈ രണ്ട് ഘട്ടത്തിലും പ്രധാനമായും അവരുടെ ആവശ്യം മിനിമം വേജസ് നഴ്സുമാരുടേത് 40,000 നിജപ്പെടുത്തണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് അവരുടെ സമരപ്രഖ്യാപനം നടന്നിട്ടുള്ളത്. അത് ആശുപത്രി മാനേജ്മെൻറ്റുകൾക്ക് അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമല്ല അത് ഉണ്ടായിരുന്നത്. മിനിമം വേതനം സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ മിനിമം വേതനം പ്രഖ്യാപിക്കേണ്ടത് ഗവൺമെൻറ്റുകളാണ്. അതത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് മിനിമം വേതനം പ്രഖ്യാപിക്കുക. അപ്പോൾ ആ ഗവൺമെൻറ് മിനിമം വേതനം പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതും 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം തുടങ്ങിയത്. അതിനുശേഷം 4-ാം തീയതി കഴിഞ്ഞ് പെട്ടെന്നാണ് സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും സമരം വ്യാപിപ്പിക്കും. അതുപോലെ തന്നെ സ്റ്റാഫ് തിരിച്ചു കയറില്ല. കാരണം ഒരു ദിവസത്തെ സമരത്തിൻ്റെ നോട്ടീസ് നൽകിയിട്ടാണ്, ഡ്യൂട്ടി അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് 4-ാം തീയതി. അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രഖ്യാപനം ഉണ്ടാവുന്നത്. 8-ാം തീയതിക്കുള്ളിൽ ഗവൺമെൻറ് മിനിമം വേതനം പ്രഖ്യാപിച്ചില്ലെങ്കിൽ 9-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക്, സമ്പൂർണ്ണമായ പണിമുടക്ക് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വെച്ച് സമരം രീതി മാറ്റുന്നത്. അത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. കാരണം നോട്ടീസും ഇതൊന്നും ഇല്ലാതെയാണ് അങ്ങനെ ഒരു രൂപമാറ്റം വന്നിരിക്കുന്നത്. 4-ാം തീയതി മുതൽ പല ഹോസ്പിറ്റലുകളിലും വളരെ തുച്ഛമായ നഴ്സുമാർ മാത്രം നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സമ്പൂർണ്ണമായ പണിമുടക്ക് 9-ാം തീയതി തുടങ്ങും എന്നുള്ള ആ പ്രഖ്യാപനം അത് വന്ന് 2 ദിവസത്തിനകം തന്നെ, അതായത് 6-ാം തീയതി ഗവൺമെൻറ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതായത് ഈ പുതിയ മിനിമം വേതനം ആശുപത്രി മേഖലയിൽ, അത് നഴ്സുമാർക്ക് മാത്രമല്ല എല്ലാ വിഭാഗം എംപ്ലോയീസിനുള്ള മിനിമം വേതനം പുതുക്കിക്കൊണ്ടുള്ള അതിൻ്റെ പ്രാഥമിക ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങി.
ഇതിന് ഇടയിൽ തന്നെ KPH ഇത് ഇങ്ങനെയൊരു അവസ്ഥ മുന്നിൽ വന്നപ്പോൾ ആശുപത്രികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് കണ്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്ന്, ഇതൊരു അവശ്യ സർവീസ് മേഖല ആയതുകൊണ്ട് എസ്മ പ്രയോഗിക്കണമെന്നും സമരം തെറ്റായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, അത് ഇല്ലീഗലാണ്, കാരണം അതിനുള്ള വ്യക്തമായ കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ഈ സമരം നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് നമ്മൾ സമർപ്പിച്ചത്. അത് കോടതി വാദത്തിനെടുത്തു. അപ്പോൾ അതിൽ പ്രാഥമിക വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മീഡിയേഷൻ തീയതി പ്രഖ്യാപിച്ചു. അപ്പോൾ 13-ാം തീയതി ആ മീഡിയേഷൻ തീയതി പ്രഖ്യാപിച്ചു. 17-ന് ഫസ്റ്റത്തെ മീഡിയേഷൻ നടന്നു. അപ്പോൾ ആ 13-ാം തീയതിത്തെ ഉത്തരവിൽ തൽക്കാലം സമരം നിർത്തിവെക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. അത് അടിസ്ഥാനത്തിലാണ് എല്ലായിടത്തും സമരങ്ങൾ നിന്നത്. രണ്ടാമത് 17-ന് ശേഷം 1-2 വട്ടം കോർട്ടിൻ്റെ മീഡിയേഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ചർച്ചകൾ നടക്കുകയുണ്ടായി. മീഡിയേഷൻ നടന്നു. അപ്പോൾ ആ മീഡിയേഷനിൽ നമുക്ക് ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കാത്തത് കൊണ്ട് 26-ാം തീയതി മീഡിയേഷൻ ഫെയിലിയറായി. ഇതിനിടയിൽ തന്നെ പലയിടത്തും സമരങ്ങൾ വീണ്ടും നിസ്സഹകരണ രൂപത്തിൽ തുടരുന്നുണ്ടായിരുന്നു. അതാണ് പല ഹോസ്പിറ്റലുകളിലും ഉണ്ടായ അനുഭവം. ആദ്യത്തെ സമരം 9-ാം തീയതി മുതൽ ഏകദേശം 13-ാം തീയതി 14-ാം തീയതി വരെ തുടർന്നത് വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള വളരെ മോശമായ ഒരു രീതിയിലാണ് ചിലയിടത്തെങ്കിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഹോസ്പിറ്റൽസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് അതാണ്. 27-ാം തീയതി മീഡിയേഷൻ ടോക്സ് ഫെയിൽഡ് റിപ്പോർട്ട് വന്ന് 27-ാം തീയതി ചില ഹോസ്പിറ്റലുകളിൽ, എല്ലാ ഹോസ്പിറ്റലുകളിലും ഇല്ല, അവർ പറയുന്നത് 25 എന്നാണ്. 25 ശരിയായൊരു കണക്കൊന്നുമല്ല. ചില ഹോസ്പിറ്റലുകളിൽ അവർ സമരമായിട്ട് മുന്നോട്ട് പോവുകയുണ്ടായി. അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ കോടതി വിധി, അതായത് സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള കോടതി വിധി നിലനിൽക്കുകയാണ് ഈ സമരങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു സേവന വേതന വ്യവസ്ഥകളിൽ അവരുടെ ഒരു ജോലി സാഹചര്യം നന്നാക്കുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. മുൻപ് വന്ന ചില കമ്മിറ്റി റിപ്പോർട്ടുകൾ, മുൻപ് സമരങ്ങൾ നടത്തിയപ്പോൾ സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെ നിയോഗിച്ച ചില കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പാക്കണമെന്ന ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സർക്കാർ മേഖലയോടും ചില ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് നേഴ്സുമാരുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്നൊരാവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതുന്നയിച്ചുകൊണ്ട് ഉള്ള ഒരു സമരം എന്ന് പറയുന്നത് ന്യായമല്ലേ? അതിനെ എങ്ങനെ നിയമവിരുദ്ധം എന്ന് പറയാനാകും? ഇതിൽ 2 വശങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞത് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണോ അല്ലയോ എന്നുള്ളതാണ്. മിനിമം വേതനവും അല്ലെങ്കിൽ തൊഴിൽ വേതനങ്ങൾ പുതുക്കണം, ഇടയ്ക്കിടയ്ക്ക് പരിഷ്കരിക്കണം എന്നുള്ളത് അത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ മാനേജ്മെൻറ്റുകൾക്കോ അസോസിയേഷനൊന്നും ഒരു എതിർപ്പുമില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ വേതനങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളത് നാട്ടിൽ എല്ലാ മേഖലകളിലും നടക്കുന്നൊരു സംഗതിയാണ്. അത് ഹോസ്പിറ്റൽ മേഖലയിൽ മാത്രം ഒഴിച്ചു നിർത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നിയമപരമായ ചില ചട്ടക്കൂടുകൾ ഉണ്ട് മിനിമം വേതനത്തിന്. മിനിമം വേജസിന് ആദ്യം ഇന്ത്യയിൽ മിനിമം വേജസ് ആക്ട് 1948 നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തോടുകൂടി മിനിമം വേജസ് ആക്ട് റിപ്പീൽ ചെയ്തു പോയി. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് മിനിമം എല്ലാം ലേബർ കോഡുകളായി മാറി. അപ്പോൾ കോഡ് ഓൺ വേജസ് 2025 നവംബർ മുതൽ പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ ഈ മിനിമം വേതനത്തിൻ്റെ എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, ഇതിലൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ രൂപരേഖ മിനിമം വേതനം ആയിട്ട് ബന്ധപ്പെട്ട ചില സുപ്രധാനമായ സുപ്രീം കോടതി വിധികൾ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ മിനിമം വേജസ് ആക്ട് ഇത് പ്രകാരം ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് മിനിമം വേതനം പരിഷ്കരണം നടപ്പിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിനിമം വേതനവും ഫെയർ വേജസും തമ്മിൽ കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലായാലും മറ്റു മാധ്യമങ്ങളിലായാലും മൊത്തത്തിൽ മനസ്സിലാക്കുന്നത്. അത് തെറ്റായ ഒരു സംഗതിയാണ്. കാരണം മിനിമം വേജസ് എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു വേജാണ്. അതായത് നിയമപരമായി അവർക്ക് ആ മിനിമം വേജ് കൊടുത്തില്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ മിനിമം വേതനം കൊടുക്കാൻ കഴിയുന്ന തലത്തിൽ ഏറ്റവും ചെറിയ ഹോസ്പിറ്റൽസ് ആയാലും, ഇപ്പോൾ കേരളത്തിൻ്റെ
ഹെൽത്ത് കെയർ സെക്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, നമ്മൾ ഈ ഏറെ കൊട്ടിഘോഷിക്കുന്ന കേരള മോഡൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് വലിയ ആശുപത്രികൾ മാത്രമല്ല, അത് വലിയൊരു റേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൻ്റെ ബെനിഫിറ്റാണ് നമുക്കിവിടെ റീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കിയാലും, നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സസ് ആയാലും, നമ്മുടെ അഫോർഡബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ ആയാലും, അവൈലബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ ആയാലും എല്ലാം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഹെൽത്ത് കെയർ മേഖലയിൽ കേരളത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു നില വന്നിട്ടുള്ളത് ചെറിയ ക്ലിനിക്കുകൾ മുതൽ, ചെറിയ നഴ്സിംഗ് ഹോം മുതൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെയുള്ള ആ ഒരു ശ്രേണിയിലുള്ള പല തരത്തിലുള്ള ഹോസ്പിറ്റലുകളും നഴ്സിംഗ് ഹോമുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അവിടെ ചെറിയ ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ അവിടെ പലപ്പോഴും നിങ്ങൾക്കറിയാം ഈ മിഷൻ ഹോസ്പിറ്റലുകളുണ്ട്. ലാഭം പ്രതീക്ഷിച്ചല്ല അവരത് നടത്തുന്നത്. ജനസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സഭകളും അതുപോലെ തന്നെ ചാരിറ്റി ഫൗണ്ടേഷൻസും ഓർഗനൈസേഷൻസും ഒക്കെ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ലാഭം ഉണ്ടാക്കാനല്ല, അവിടുത്തെ ലോക്കൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ചിലപ്പോൾ 100 രൂപയോ 50 രൂപയൊക്കെ കൺസൾട്ടേഷൻ ഫീസ് വെക്കുന്നുണ്ടാവും. 200-300 സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഇവിടെ 100-50 അവർ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ മറ്റുള്ള ചാർജസിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവാം. ഇതെല്ലാം വാങ്ങിക്കാൻ കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് അവരുടെ ഓവർ ഹെഡ്സും മറ്റു കാര്യങ്ങളൊക്കെ ആ നിലയ്ക്ക് നിർത്താൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ മിനിമം വേതനം അത് വളരെ ഉയർന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഒരു ലെവലിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് മാത്രമല്ല, ഇത് മീഡിയം ലെവൽ ഹോസ്പിറ്റൽസിലായാലും വലിയ ഹോസ്പിറ്റൽസിലായാലും വലിയ സാമ്പത്തിക ബാധ്യതകൾ വരും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേഖലയിൽ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറ്റി നിർത്തിയാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേഖലയിൽ ഒരു നയാ പൈസ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടുന്നില്ല. സബ്സിഡീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഹയർ റേറ്റിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഫീസ് ഘടനയും മറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ. ഈവൻ ഇപ്പോൾ ഇലക്ട്രിസിറ്റി താരിഫ് നോക്കിയാൽ കേരളത്തിൽ വ്യാവസായിക രംഗത്ത് അവർക്ക് കൊടുക്കുന്ന സ്ലാബിനേക്കാളും ഹയർ സ്ലാബിലാണ് ഹോസ്പിറ്റലിൻ്റെ ഇലക്ട്രിസിറ്റി താരിഫ് വെച്ചിരിക്കുന്നത്. അതൊരിക്കലും ഒരു ലോജിക്കില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇതുപോലെ 70 ചില്ലാനും ലൈസൻസുകൾ വേണം ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കാൻ. ഇതിലെല്ലാത്തിനും ഫീസ് ഉണ്ടാവും. കൊല്ലോ ഇല്ലെങ്കിൽ 2 കൊല്ലോ ഒക്കെ കൂടുമ്പോൾ പുതുക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത് എല്ലാം നമുക്ക് നിലനിർത്തിക്കൊണ്ട് ഒരു ഹോസ്പിറ്റൽ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ധാരാളം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി നിർത്തിയാൽ ദൈനംദിന ചെലവിന് തന്നെ വലിയൊരു സംഖ്യ വേണം. അപ്പോൾ ഇവിടെയാണ് മിനിമം വേതനത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഏറ്റവും ചെറിയ സ്ഥാപനവും നടത്തിക്കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു മിനിമം വേതനമാണ് ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടത്. അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ ഘടകങ്ങൾ 6 ഘടകങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു മിനിമം വേതനത്തിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്, അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ മിനിമം വേതനവുമായിട്ട് ബന്ധപ്പെട്ട IRCയിൽ മിനിമം വേജസ് കമ്മിറ്റിയിൽ ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ട ഒരു ഇത് പ്രകാരം മിനിമം വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നത് 15,000 ചില്ലാനും രൂപ മാത്രമാണ്. അതാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മിനിമം വേതനം എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റേജിൽ ഇത് മാത്രമല്ല, ഈ മിനിമം വേതനത്തിന് കേരളത്തിലുള്ള മിനിമം വേജസ് സ്ട്രക്ചർ പ്രകാരം പല ക്ലാസ്സായി തിരിച്ചിട്ടുണ്ട്, കാറ്റഗറി. അത് ചെറിയ ഹോസ്പിറ്റൽസ്, തുടക്കം ബെഡില്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്, 50 ബെഡ് വരെ, അല്ലെങ്കിൽ 100 ബെഡ് വരെ, 300 ബെഡ് വരെ, 800 ബെഡിൻ്റെ മേലെ വരുന്ന ഏറ്റവും ടോപ്പ് സ്ലാബിൽ വരുമ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതനത്തിൻ്റെ ബേസിക് പേയുടെ 50% അഡീഷണൽ അലവൻസിലാണ് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 25,450 അതിൻ്റെ 50% കൂടി കൂട്ടുന്നതാണ് ബേസിക് പേ മാത്രം. അത് കഴിഞ്ഞ് അതിന് പുറമെ DA ഉണ്ട്, അതിന് പുറമെ അഡീഷണൽ അലവൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയൊരു സംഖ്യ തന്നെ വരും. അപ്പോൾ ഫെയർ വേജസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് പിന്നീട് വരുന്നത്. ഈ ഫെയർ വേജസ് ഓരോ സ്ഥാപനത്തിനനുസരിച്ചാണ് ചെയ്യാൻ കഴിയുക. കാരണം അത് നിയമപരമായി ബാധ്യതപ്പെട്ട ഒരു സംഗതിയല്ല.
ആ ഹോസ്പിറ്റലിൻ്റെ വരുമാനവും അവിടുത്തെ സേവനങ്ങളും അവിടെ കിട്ടുന്ന പിന്നെ അവിടെ വരുന്ന രോഗികളുടെ ടൈപ്പ് ഓഫ് പേഷ്യൻസ് ക്ലയൻറ്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഫെയർ വേജസ് എന്നുള്ളൊരു സംഗതി പിന്നെ സാധാരണഗതിയിൽ രൂപീകരിക്കുക. അത് അതാത് ഹോസ്പിറ്റലുകളിൽ വരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മിനിമം വേജസ് 40,000 ആക്കണം എന്ന് പറയുന്നിടത്ത് ഒരു സാങ്കത്യമില്ല, അത് ഒരിക്കലും നിയമങ്ങൾക്ക് നിരക്കുന്നതുമല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളുടെ ഫീസുകൾ, കറണ്ട് ബില്ലിൻ്റെ താരിഫ് അടക്കമുള്ള വിഷയങ്ങൾ ഇത് തൊഴിലാളികളുടെ പരിഗണനാ വിഷയമാകുന്നില്ല. അവർ ഉന്നയിക്കുന്നത് അവർക്ക് വേണ്ട ഒരു മിനിമം വേജസ് നൽകുക എന്നുള്ളതാണ്. ഈ ഫെയർ വേജസിനെ കുറിച്ച് അവർ സംസാരിക്കുന്നതും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഗണിക്കേണ്ടതും അത് പരിഹരിക്കേണ്ടതും അതുപോലെ തന്നെ ഈ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഫീസ്, ഉയർന്ന തരത്തിലുള്ള താരിഫുകളെക്കുറിച്ച് സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും മാനേജ്മെൻറ്റുകൾ സർക്കാരുമായല്ലേ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി നടന്നെങ്കിലല്ലേ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഈ പറഞ്ഞത് പ്രസക്തമായ ഒരു കാര്യമാണ്. പല കാര്യങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഇവിടെ ഉന്നയിക്കാനുള്ള കാരണം ഒരു ഹോസ്പിറ്റലിൻ്റെ വരുമാനവും അത് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനവും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാ ഹോസ്പിറ്റലുകളും ഒരേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതും കൂടിയാണ്. പിന്നെ മിനിമം വേജസിൽ വരുമ്പോൾ മിനിമം വേജസ് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? മിനിമം വേതനം 40,000 രൂപ ആക്കണം എന്നുള്ളിടത്താണ് പ്രശ്നം. കാരണം ഒരു നിലയ്ക്കും ഒരു സർക്കാരിന് പോലും പറയാൻ കഴിയാത്ത ഒരു സംഖ്യയാണത്. കാരണം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. മിനിമം വേജസ് ഇപ്പോൾ എനിക്ക് പിന്നെ 40,000 വേണം, അല്ലെങ്കിൽ 50,000 വേണം, അല്ലെങ്കിൽ ഇന്ന ക്ലാസ് ഓഫ് സ്റ്റാഫിന് 1,00,000 വേണം എന്ന് പറയുന്നത് മിനിമം വേതനത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ല. അത് അങ്ങനെ പറയാവുന്ന ഒരു സംഗതിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം വേജസിന് ലിഖിതമായ നാട്ടിൽ നടപ്പുള്ള വ്യക്തമായ നിയമങ്ങളുണ്ട്. മിനിമം വേജസ് ആക്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കോഡ് ഓൺ വേജസ് ഉണ്ട്, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് മാത്രമേ മിനിമം വേജസ് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. ഗവൺമെൻറ്റും അത് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറമുള്ളൊരു പിന്നെ മിനിമം വേജസ് ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ മിനിമം വേജസ് കമ്മിറ്റി പിന്നെ കൂടിയാലോചനയുടെ സമയത്ത് അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു 2023. അത് പിന്നെ തീർപ്പാവാതെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വകുപ്പ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പുറത്തിറക്കിയ രേഖയാണ് 15,000 ചില്ലാനും രൂപയാണ് മിനിമം വേതനം എന്നുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മിനിമം വേതനം കൊടുക്കില്ല എന്ന് പറയുന്നത്? അപ്പം മിനിമം വേതനം എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫെയർ വേജസും മിനിമം വേജസും കൂട്ടിക്കുഴച്ച് ഇത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മിനിമം വേതനം കൊടുക്കാൻ ആശുപത്രികളോ മാനേജ്മെൻറ്റുകളോ അസോസിയേഷനോ എതിരല്ല. മിനിമം വേതനത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കണം. അതിൽ ഒരു പിന്നെ പ്രശ്നവുമില്ല. അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതേസമയം ഈ വിലപേശലിലൂടെ അവർക്ക് തോന്നിയ രീതിയിലുള്ള ഒരു മിനിമം വേജസ് എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ആലോചിതമായി ഇത് പരിഷ്കരിക്കണം എന്നൊരാവശ്യം കൂടിയല്ലേ അവർ ഈ ഉന്നയിക്കുന്നതിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൂടി പരിഗണിക്കേണ്ടതല്ലേ? ശരിയാണ്, കാലോചിതമായ പരിഷ്കരണങ്ങൾ വരണം. 2023 ഇതുമായിട്ട് ബന്ധപ്പെട്ട മിനിമം വേജസ് റിവിഷന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റിയിൽ ചർച്ചകൾ നടന്നു. ആ കമ്മിറ്റിയിൽ സാധാരണഗതിയിൽ പിന്നെ സമാസമം തൊഴിലാളി പ്രതിനിധികളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രതിനിധികളുമാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടാവുക. അവിടെ നീണ്ട 2 വർഷം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവിടെ ഒരു സമവായത്തിൽ എത്താൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഇതേ രീതിയിലുള്ള പിന്നെ ഡിമാൻഡുകളാണ് അവിടെ വന്നത്. അതൊരിക്കലും അംഗീകരിക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞത്, മിനിമം വേജസിൻ്റെ അടിസ്ഥാന ഘടകങ്ങളനുസരിച്ചുള്ളൊരു പിന്നെ പഠനം നടത്തി നിങ്ങൾ സമർപ്പിക്കൂ. അപ്പോഴാണ് ഈ 15,000 കണക്ക് വന്നത്. പക്ഷേ അതൊന്നും അല്ല. അവരൊരു റിവിഷൻ വന്നപ്പോൾ തൊഴിലാളി സംഘടനകൾ സമർപ്പിച്ച രേഖയെ ബേസ് ചെയ്തുകൊണ്ടാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഒരു മിനിമം വേതന നിരക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിന് പകരം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. വളരെ മാന്യമായൊരു പ്രപ്പോസൽ. അതിൽ കുറച്ചുകൂടി വ്യത്യാസം വരുത്താനൊക്കെ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ അത് പിടിവാശി കാരണം അത് നടക്കാതെ പോവുകയാണ് ഉണ്ടായത്. അതിൽ പിന്നെ പല ഘടകങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. അത് മാത്രമല്ല,
അപ്പോൾ ഈ മിനിമം വേജസ് പരിഷ്കരണം എല്ലാ മേഖലകളിലും വളരെ കൃത്യമായി നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലയിടത്തും 8-10 വർഷം കഴിഞ്ഞിട്ട് മിനിമം വേതനം പരിഷ്കരിച്ച തൊഴിൽ മേഖലകളുണ്ട്. അതായത് കേരളത്തിൽ ഏകദേശം 93ഓളം ഷെഡ്യൂൾഡ് എംപ്ലോയ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ പലയിടത്തും 2016 ഉള്ള മിനിമം വേജസ് ആയിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലം വരെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ ഉണ്ടായിരുന്നത്. ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കീഴിൽ ഹോസ്പിറ്റൽസും വരും. ഇത് 2016 പുതുക്കിയിട്ട് അതിന് ശേഷം പുതുക്കിയിട്ടില്ല. ഈ കഴിഞ്ഞ വർഷമാണ് അത് പുതുക്കിയത്. അപ്പോൾ ഇതുപോലെ വേറെ ചില ഷെഡ്യൂളിൽ അതിനും നേരത്തെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ പലതിലും പുതുക്കുന്നുണ്ട്. അത് ഈ പുതുക്കലിനൊപ്പം തന്നെ ഈ മിനിമം വേജസിൽ നമ്മൾ കണക്കാക്കുമ്പോൾ മിനിമം വേജസ് മാത്രമല്ല ഉണ്ടാവുക, വേരിയബിൾ DA ഉണ്ട്, അഡീഷണൽ അലവൻസസ് ഉണ്ട്, സ്പെഷ്യൽ അലവൻസസ് ഉണ്ട്. ഇതെല്ലാം പുറമെ മറ്റുള്ള ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ഈ DA വർദ്ധിക്കുന്നതിനനുസരിച്ച് കാലക്രമത്തിൽ മാറ്റങ്ങൾ വരും. സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യം ഇൻഫ്ലേഷൻ്റെ കാര്യമാണ്. ആ ഇൻഫ്ലേഷനെ ഫാക്ടർ ചെയ്യാനാണ് വേരിയബിൾ DA എന്നുള്ളൊരു കൺസെപ്റ്റ് മിനിമം വേതനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള പരിഷ്കരണം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ആനുവൽ ഇൻക്രിമെൻറ്റുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും 2018 ഉള്ള സംഖ്യയല്ല ഇപ്പോൾ ഹോസ്പിറ്റലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനിടയിൽ തന്നെ ഇനി വേതന പരിഷ്കരണം നടത്തിയിട്ടില്ല എന്ന് പറയുന്നതിനോട് എത്രത്തോളം ശരിയാവും എന്നുള്ളത് അറിയില്ല. കാരണം ഇതേപോലെ 1-2 അവസരങ്ങളിൽ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മാനേജ്മെൻറ്റുകളും കൂടി ഒരു തീരുമാനമെടുത്ത് അന്നൊരു ഇൻറ്ററിം ഹൈക്ക് മിക്കവാറുമുള്ള ഹോസ്പിറ്റൽസിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ പൂട്ടിക്കിടന്ന ഹോസ്പിറ്റലിൽ ഒഴികെയുള്ളവിടെയൊക്കെ. അതുപോലെ തന്നെ 2023 വീണ്ടും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായി. തൃശ്ശൂരൊക്കെ സമരം ഉണ്ടായി. അപ്പോൾ ആ സമയത്തും ഹോസ്പിറ്റലുകൾ മുമ്പുണ്ടായിരുന്നതിൻ്റെ ഏകദേശം 50% ബേസിക് പേയിൽ നമ്മൾ ഇൻക്രീസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നിർദ്ദേശം KPH തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ പലയിടത്തും മിനിമം വേജസിനേക്കാളും ഹയർ ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്ന ആ ഒരു ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല വലിയ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റൽസ്, ബേബി മെമ്മോറിയൽ, ലേക്ക് ഷോർ, കിംസ്, അങ്ങനെ ധാരാളം വലിയ ഹോസ്പിറ്റലുകളുണ്ട്. ഈ വലിയ ഹോസ്പിറ്റലുകൾക്കൊക്കെ ബേസിക് പേയും അതിൻ്റെ ഒപ്പം അലവൻസ് ആയിട്ട് 50% അഡീഷണൽ അലവൻസ് ഉണ്ട്. പിന്നെ മറ്റ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സാധാരണ താഴേക്കിടയിലുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ഇരട്ടിൻ്റെ അടുത്ത് ഏകദേശം ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമരകാലത്ത് ഇവർ പറയുന്നതിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും വെളിച്ചത്ത് വന്നത്, ഇപ്പോൾ പല ഹോസ്പിറ്റലുകളും അവർ കൊടുക്കുന്ന വേജസ്, നഴ്സുമാർക്ക് കൊടുക്കുന്ന വേജസ് 30,000 32,000 ഒക്കെ ആണ് എല്ലാവരുടെയും മിനിമം ആയിട്ട് കൊടുക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 1 ഇയർ കഴിഞ്ഞ ഒരു നേഴ്സിന് കൊടുക്കുന്നത് 30-32 ഒക്കെയാണ്. 40, 50, 60 ഒക്കെ അതിന് മേലെയൊക്കെ സാലറി വാങ്ങിക്കുന്ന നഴ്സുമാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനിയൊരു മിനിമം വേതനം പരിഷ്കരണം വരുമ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് പ്രകാരം ഉയർന്നു പോകുമ്പോൾ ഒരു 40,000 ബേസിക് പേ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഹോസ്പിറ്റലിൽ 60,000 മുതൽ 70,000 വരെയാണ് ഇതിൽ എഫക്റ്റീവ്ലി വരിക. കാരണം ബേസിക് പേ, DA, അഡീഷണൽ അലവൻസ്, സ്പെഷ്യൽ അലവൻസ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം 60-70 ആണ്. അപ്പോൾ ഈ പറയുന്നത് ഫ്രഷായിട്ട് 1 ഇയർ കഴിഞ്ഞ് ഫ്രഷായി കയറുന്ന ഒരാൾക്കുള്ള അടിസ്ഥാന ശമ്പളമാണ്. എങ്ങനെയാണ് ഇത് ന്യായീകരിക്കാൻ കഴിയുക? വളരെ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഓക്കെ, അവർക്ക് അതിൻ്റെ ഒരു സ്കിൽ സെറ്റ് ഉണ്ട് എന്ന് പറയാം. അതേസമയം ഒരു നോവിസ് ആയിട്ടുള്ള ഒരാളിൽ ഒരു പരിധിക്കപ്പുറം അതിൻ്റെ സ്കിൽ അക്വയർമെൻറ്റ് നടന്നിട്ടില്ല. അതുകൊണ്ട് അതിനിടയ്ക്ക് തന്നെ പല ജില്ലകളിലും ചില ആശുപത്രികൾ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നഴ്സുമാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. അതിനെ ഏത് തരത്തിലാണ് കാണാൻ കഴിയുക? ഇതിൽ ഞാൻ ഈ വാദം അവർ ഹൈക്കോടതിയിൽ അവരുടെ വക്കീൽ ഉന്നയിച്ചിരുന്നു. അതായത് കേരളത്തിലുള്ള അവരുടെ ഘടകങ്ങളുള്ള യൂണിറ്റുകളിൽ അവർ സമര നോട്ടീസ് കൊടുത്തു. 97% ഹോസ്പിറ്റലുകളും അവരുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചു. അപ്പോൾ ഇനി 28 ഹോസ്പിറ്റലുകൾ മാത്രമേ അംഗീകരിക്കാനുള്ളൂ. ഈ ഒരു തെറ്റായ വാദം പറഞ്ഞപ്പോഴാണ് ആക്ച്വലി കോർട്ട് ഇത് മീഡിയേഷന് വിടാനുണ്ടായ ഒരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനി കുറച്ച് ഹോസ്പിറ്റലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ച് തീരട്ടെ എന്നുള്ളൊരു ആംഗിളിലാണ് കോടതി അതിനെടുത്തത്. യഥാർത്ഥത്തിൽ ഇതിന് ശേഷം നമ്മളുടെ അറിവിൽ അങ്ങനെയില്ല. 8-ാം തീയതി തൃശ്ശൂർ ഒരു മീറ്റിംഗ് നടന്നു.
ആകെ 4 ഹോസ്പിറ്റലും പിന്നെ ഒരു ഹോസ്പിറ്റൽ ചെയ്തു, 4 2 6 7 ഹോസ്പിറ്റൽസ് മാത്രമാണ്. അതിൽ ഒപ്പിട്ടിട്ടുള്ളത് 4 ഹോസ്പിറ്റൽസ് മാത്രമാണ്. മറ്റ് ഒരു ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ആ പേപ്പറിലൊന്നും കണ്ടില്ല. നമുക്ക് അവർ ഒപ്പിട്ട പേപ്പർ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഈ 7 ഹോസ്പിറ്റൽസാണ് അംഗീകരിച്ചു എന്ന് പറയുന്നത്. ആ അംഗീകരിച്ചു എന്ന് പറയുന്നത് എന്താണ്? അവർ പറയുന്നത് എന്താണ്? 40,000 രൂപ അടിസ്ഥാന വേതനം കൊടുക്കാം എന്ന് അംഗീകരിച്ചു എന്നല്ലേ പറയുന്നത്. അവിടെ 32,700 രൂപയാണ് അവിടെ സ്റ്റാർട്ടിങ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹോസ്പിറ്റലിൻ്റെ നമ്പർ ബേസ് ചെയ്തുകൊണ്ട് 5,000 8,000 8,000 10,000 12,000 ആ ഒരു 3 സ്ലാബിൽ പിന്നെ അഡീഷണലായിട്ട് ഇപ്പോൾ ഉള്ള കിട്ടുന്നതിനേക്കാളും അഡീഷണലായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു എഗ്രിമെൻറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ് വെളിച്ചത്ത് വന്നിട്ടുള്ളൂ. ബാക്കി 1 2 ഹോസ്പിറ്റലുകൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 2 ഹോസ്പിറ്റലുകളിൽ അവർ ഒരു എഗ്രിമെൻറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് പക്ഷേ ഈ നിലയ്ക്കൊന്നും അല്ല. ഇപ്പോൾ 1 2 ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തു, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അവരുടെ സാമ്പത്തിക സ്ഥിതി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് 1 2 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനൊരു പഠിച്ചിട്ട് അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം കാണാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. വേറെ 1 2 ഹോസ്പിറ്റലുകൾ പറഞ്ഞത് ആനുവൽ സാധാരണഗതിയിൽ ഏപ്രിലാണ് ആനുവൽ അവരുടെ ഒരു റിവിഷൻ വരാറ്, അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ചൊക്കെ പരിഗണിക്കാം ഇതിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. വേറെ പലരും പറഞ്ഞിട്ടുള്ളത്, മാക്സിമം പറഞ്ഞിട്ടുള്ളത് സർക്കാരിൻ്റെ എന്തായാലും 2-3 മാസത്തിൻ്റെ ഉള്ളിൽ വരുമല്ലോ, അപ്പോൾ ആ സർക്കാർ നിശ്ചയിക്കുന്നത് വെച്ചിട്ട് ഞങ്ങൾ റെഡിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. 40,000 വേതനം, മിനിമം വേതനം അംഗീകരിച്ചുകൊണ്ട് ഒരൊറ്റ ഹോസ്പിറ്റൽ പോലും ഒരു രേഖയിലും ഒപ്പിട്ടിട്ടില്ല. ഇത് ധൈര്യപൂർവ്വം പറയാൻ എനിക്ക് കഴിയും, കാരണം അങ്ങനൊരു ഡീല് നടന്നിട്ടില്ല എവിടെയും. ഇത് മാത്രമല്ല, ഇതിന് ശേഷം ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങളൊരു ചെറിയൊരു എക്സസൈസ് നടത്തി. ഞങ്ങളൊരു അഫിഡവിറ്റ് എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ആവശ്യപ്പെട്ടു. നിങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വിവരം തരണം. അല്ല, എഗ്രിമെൻ്റ് ഒപ്പിടാത്തവരാണെങ്കിൽ ഞങ്ങൾ എഗ്രിമെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഒരു അഫിഡവിറ്റ് തരണം ലെറ്റർ ഹെഡിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ലെറ്റർ അത് ഏകദേശം 350 ഹോസ്പിറ്റൽസ് ഞങ്ങൾ ഒരു എഗ്രിമെൻറ്റും ഇല്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ, ചർച്ച പലരും നടന്നിട്ടുണ്ട്. ഈ 40,000 അംഗീകരിക്കുകയോ മറ്റു വേറെ പിന്നെ വാദങ്ങൾ അംഗീകരിക്കുകയോ അങ്ങനെ ഒരു ഇതും ഇല്ലാതെ പിന്നെ നമുക്ക് അഫിഡവിറ്റ് തന്നിട്ടുണ്ട്. അത് കോടതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ഈ 97% അംഗീകരിക്കുന്നത് പറയുന്നത്? എങ്ങനെയാണ് ശരിയാവുന്നത്? അതൊരിക്കലും ശരിയല്ല, തെറ്റായ ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ രേഖകൾ ചോദിക്കുമ്പോൾ അവർ ഈ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു വാചകം പറയുന്നുണ്ട്. KPH പിന്നെ ഹോസ്പിറ്റലുകൾ പിന്നെ വിലക്കിയത് കൊണ്ടാണ് അവർ പുറത്തു വിടാത്തത്. ഞങ്ങളടുത്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഈ രേഖകൾ പുറത്ത് കാണിക്കരുത്, ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്നുള്ളത്. ഇത് അവർ ഇതിൽ നിന്ന് തലയൂരാനുള്ള ഒരു കുറുക്ക് വഴി കണ്ടതാണ്. അതിനെ വേറൊരു തരത്തിൽ കാണാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ ഒരു സമവായ സാധ്യത ഉണ്ട് എന്നല്ല ഇത് വ്യക്തമാക്കുന്നു ഈ ഒരു സംഭവം. അതായത് കുറച്ച് ആശുപത്രികളാണെങ്കിലും അവർ മുൻകൈ എടുത്ത് നഴ്സുമാരുമായി സംസാരിച്ചിട്ടുണ്ട്, അവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സമവായ സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 കൂട്ടരും ഈ സാങ്കേതികതകളിൽ പിടിച്ചു തൂങ്ങാതെ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നീങ്ങിയാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ഫാലസി എന്താണെന്ന് വെച്ചാൽ, എത്ര ഇടങ്ങളിൽ സമരം നടന്നിട്ടുണ്ട്? സമരം നടന്നത് ചില ഭാഗത്ത് മാത്രമാണ്. ഈ 1 2 ദിവസം, അതായത് ഫെബ്രുവരി 21 മാർച്ച് 24 എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും പലരും ലീവ് എടുത്തും അല്ലാതെയും നോട്ടീസ് നൽകിയും അല്ലാതെയൊക്കെ അവർ സമരത്തിന് അവരുടെ ആ റാലികൾക്ക് പോയിട്ടുണ്ട്. തുടർച്ചയായ പണിമുടക്ക് എത്ര ഹോസ്പിറ്റലുകൾ നടന്നിട്ടുണ്ട്? 10-30 താഴെ ഹോസ്പിറ്റൽസേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മിക്കവാറുള്ള ഹോസ്പിറ്റലിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അവർക്ക് ശക്തിയായ യൂണിറ്റുകൾ ഉള്ളവിടെ മാത്രമേ അവർ സമരം ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ എല്ലാവിടെയും ഇല്ല, പലയിടത്തും യൂണിറ്റ്, അതല്ലാത്ത ഒരിടത്തും സമരമില്ല. അങ്ങനെ ഒരു പിന്നെ സമരം തന്നെ ഒരു ഹോസ്പിറ്റലിലും മറ്റുള്ള ഭാഗങ്ങളിൽ, ഇപ്പോൾ വടക്കോട്ടുള്ള ഹോസ്പിറ്റലുകളൊന്നുമില്ല. അതേപോലെ തന്നെ ഈ കുറേ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ
ഏറ്റവും കൂടുതൽ സമരത്തിൽ വന്നിട്ടുള്ളത് ഒന്ന് കോഴിക്കോട്, രണ്ടാമത്തത് പിന്നെ തൃശ്ശൂർ, എറണാകുളം. ഈ 3 ജില്ലകളിലാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തത്. ഈ 3 ജില്ലകളിലുള്ള ചില ഹോസ്പിറ്റലുകൾ ഒഴികെ ബാക്കിയുള്ളവിടെയൊന്നും സമരം നടന്നിട്ടില്ല. ബാക്കിയുള്ളവിടെയൊന്നും ഇഷ്യൂസ് നടന്നിട്ടില്ല. പലയിടത്തും നോട്ടീസ് തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് അവർ പിന്നെ അതിൽ പിന്നെ സമവായം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ വളരെ കുപ്രചരണങ്ങൾ മാത്രമാണ്. ഇതൊക്കെ പബ്ലിക് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും അടിച്ചിറക്കി വിടുന്ന മീഡിയ പ്രചരണങ്ങൾ മാത്രമാണ്. ഇതിലൊരു വാസ്തവമില്ല. അപ്പോൾ തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള വേതനം നൽകി ആ തൊഴിൽ സ്ഥാപനത്തിൻ്റെ വരുമാനവും അവരുടെ പിന്നെ ചെലവുകളും എല്ലാം നോക്കിക്കൊണ്ട് അവിടെ അവർ തമ്മിൽ യോജിച്ചു പോകുന്നതിന് സംഘടനയോ മറ്റു മാനേജ്മെൻറ്റുകളോ ഒരിക്കലും എതിരല്ല. അവിടെ ഒരിക്കലും KPHA അത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. KPHA പറയുന്ന ഒരൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ, മിനിമം വേതനം പ്രഖ്യാപിക്കുമ്പോൾ അതിന് അടിസ്ഥാനം വേണം. കാരണം അത് മിനിമം വേതനം അവിടെ ഏറ്റവും ചെറിയ ഹോസ്പിറ്റലുകൾ മുതൽ വലിയ ഹോസ്പിറ്റലുകളുടെ നിലനിൽപ്പും അവരുടെ സാമ്പത്തിക ഭദ്രതയും ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് പരിഗണിക്കുമ്പോൾ മിനിമം വേതനം അതിൻ്റെ അടിസ്ഥാന പിന്നെ ഘടകങ്ങളിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് KPHA പറയാറുള്ളത്. പിന്നെ തെറ്റായ തൊഴിൽ പിന്നെ സ്ട്രൈക്സും ഇതൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ഇടപെടാറുണ്ട്. അതല്ലാതെ ഹോസ്പിറ്റൽ മേഖലയിലുള്ള ഹോസ്പിറ്റലുകൾക്ക് നിങ്ങളുടെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ കൂട്ടിക്കൊടുക്കാനോ അവർക്ക് അലവൻസുകളോ മറ്റു ആനുകൂല്യങ്ങളോ കൊടുക്കുന്നതിന് ഒരിക്കലും KPHA എതിരല്ല. അതൊരു സംഘടനയും അങ്ങനെ പിന്നെ നമ്മൾ പറയാറില്ല. പക്ഷേ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മിനിമം വേതനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടി വരും. കാരണം അത് മൊത്തം ഈ ആശുപത്രി മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമുക്കത് ഇടപെടേണ്ടി വരുന്നത്. ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനു മുൻപ് ഒരു വലിയ നഴ്സിംഗ് സമരം നടന്ന ഒരു മണ്ണാണ് കേരളത്തിൻ്റെ. അപ്പോൾ അതിൽ മിനിമം വേതനം നിശ്ചയിച്ച് കൊടുക്കുകയും അതിനനുസരിച്ച് ശമ്പള വർധന കൊടുക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ ശമ്പളം ഒന്ന് പുനർനിർണ്ണയിക്കുക, അന്നത്തേക്കാൾ കുറച്ചുകൂടി മാന്യമായ ഒരു ശമ്പള വർധനവ് നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിനോടും മാനേജ്മെൻറ്റുകളോടും കൂടിയുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനോട് ഇത്തരത്തിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാതെ അതിനോടൊരു ചർച്ച ചെയ്യുന്ന ഒരു സമീപനമല്ലേ അസോസിയേഷനുകളും അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെൻറ്റുകളും സ്വീകരിക്കേണ്ടത്? ഈ മിനിമം വേതനം 40,000 രൂപയായി നിശ്ചയിക്കുക എന്നുള്ളൊരു ആവശ്യം, അതല്ലാതെ വേറെ ഒരു തീക്കുപോക്കിനും ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് പറയുന്നിടത്ത് പിന്നെ എന്ത് ചർച്ചയ്ക്കാണ് സാധ്യതയുള്ളത്? ആ ചർച്ചയുടെ വാതിൽ കൊട്ടിയടച്ചത് അവരാണ്. കാരണം 40,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കണം എന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞ് കൊണ്ടാണ് സമരം തുടങ്ങിയത്. അപ്പോൾ ഗവൺമെൻറ്റാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലുകളല്ല. അത് സമരമുഖം മാറുമ്പോൾ മാത്രമാണ് ഹോസ്പിറ്റലുകൾ അവിടെ പിന്നെ പിക്ചറിലേക്ക് വരുന്നത്. അതിനു മുമ്പ് മാർച്ച് 4 വരെ ഗവൺമെൻറ്റിനോടാണ് അവരുടെ ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റാണ് അത് മിനിമം വേതനം പുതുക്കേണ്ടത്. ഗവൺമെൻറ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നമ്മൾ പിന്നെ അതിൻ്റെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തത് എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ളത്. ഒരു നിലയ്ക്കും സ്റ്റാൻഡില്ലാത്തൊരു പിന്നെ സംഗതിയിൽ എന്ത് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്താണ് കാര്യം? അത് മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ സാധാരണഗതിയിൽ പല മേഖലകളിലും തൊഴിൽ സമരങ്ങൾ നടക്കാറുണ്ട്, പല യൂണിയനുകളും തൊഴിൽ സമരങ്ങൾ ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ഒരു മാന്യതയും അതിൻ്റെ ഒരു നിയമപരമായ ഒരു സാധ്യതയൊക്കെ ഉണ്ടാകും. സാധാരണഗതിയിൽ അത് ഒരു ഇന്ത്യൻ ലേബർ പിന്നെ ലോസ് പ്രകാരം 14 ദിവസത്തെ നോട്ടീസ് നൽകി വേണം ഒരു സമരം പിന്നെ ചെയ്യാൻ. അതല്ലെങ്കിൽ ലോക്കൗട്ട് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 14 ദിവസത്തെ നോട്ടീസ് നൽകി ആ സമരം ചെയ്യാൻ എന്നുള്ളത് ഇവർക്ക് ബാധകമല്ല. കാരണം ഇവർ പറയുന്നത് 21-ാം തീയതി ഫെബ്രുവരി 21-നുള്ള സമരത്തിന് മാത്രമാണ് ആ 14 ദിവസമെങ്കിലും ഏകദേശം അതിനടുത്തുള്ള ദിവസങ്ങളിലുള്ള ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാർച്ച് 4-ാം തീയതിത്തെ സമരത്തിന് നോട്ടീസ് വരുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി 27-നോ 28-നൊക്കെയാണ്. എത്ര ദിവസമുണ്ട്? 9-ാം തീയതി മുതൽ പിന്നെ അനിശ്ചിതകാല പണിമുടക്ക്, മറ്റതൊക്കെ ഒരു ദിവസത്തെ പണിമുടക്കാണ്. അനിശ്ചിതകാല പണിമുടക്ക് പിന്നെ എന്ന് പറഞ്ഞിട്ട് അതിന് നോട്ടീസ് കൊടുക്കുന്ന എപ്പോഴാണ്? 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതിയൊക്കെയാണ്. ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് 27-ാം തീയതി വീണ്ടും അവർ സമരത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങി. ഈ സമരത്തിന് നോട്ടീസില്ല. കോടതി 26-ാം തീയതി മീഡിയേഷൻ ഫെയിലിയർ എന്ന് അറിഞ്ഞ ഉടനെ പിറ്റേ ദിവസം അവർ സമരത്തിന് ഇറങ്ങുകയും ചെയ്ത്.
അപ്പോൾ ഞങ്ങൾക്ക് ഒരു നിയമവും ബാധകമല്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചർച്ച ചെയ്യാനാണ്? ഒരു നിയമങ്ങളും ഇത് തൊഴിൽ നിയമങ്ങൾ മാത്രമല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ നേരത്തെ പറഞ്ഞ 2012-13 സമരങ്ങൾ വന്ന സമയത്ത് തൃശ്ശൂർ വളരെ ശക്തമായ സമരങ്ങളുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇത് കോടതിയിൽ കേസ് വന്നിരുന്നു. ആ കോടതിയിൽ കേസ് വന്നപ്പോൾ ഇതുപോലെ മീഡിയേഷൻ ഉണ്ടായി. ആ മീഡിയേഷനിൽ UN-യും KPHയും മറ്റു സംഘടനകളൊക്കെ ഇരുന്ന് എത്തിയ ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 സംഗതികൾ, ഒന്ന് പിന്നെ 14 ദിവസത്തെ നോട്ടീസ് ഇല്ലാതെ സമരത്തിന് ഇറങ്ങില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് ICU, NICU, ലേബർ റൂം, ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്, തിയേറ്റർ, കാഷ്വാലിറ്റി, എമർജൻസി പോലെയുള്ള വകുപ്പുകളിൽ സമരം ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് അന്ന് അംഗീകരിച്ച് കോടതി വിധിയായി വന്നു. അതായത് എനിക്ക് തോന്നുന്നത് WPC 26/716/2012 അതിനെ വീണ്ടും ഡിഫൈൻ ചെയ്തു. 2023 തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലുകളിലും വേറെ ചിലയിടത്തും സമരം തൃശ്ശൂരും നടന്നു. അപ്പോൾ വീണ്ടും ഹൈക്കോടതി അതേ പിന്നെ നിയമം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉത്തരവിട്ടു. അത് മാത്രമല്ല, ഇപ്പോൾ ഈ 13-ാം തീയതി ഹൈക്കോടതി മീഡിയേഷന് വിടുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമരം ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് സമരങ്ങൾ മുന്നോട്ട് പോകുന്നത്. ന്യായമായ ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വാദഗതി ഉന്നയിക്കുമ്പോൾ അതിനൊരു പിന്നെ സാങ്കത്യമുണ്ട്. അത് മാത്രമല്ല, എല്ലാം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഹോസ്പിറ്റലുകളോട് ചർച്ച ചെയ്യാൻ അല്ല നോട്ടീസ് അവർ നൽകിയിട്ടുള്ളത്. അവർ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഗവൺമെൻറ് മിനിമം വേതനം 40,000 ഫിക്സ് ചെയ്യണം, അതിനുവേണ്ടി ഞങ്ങൾ ഒരു ദിവസം പണിമുടക്കുന്നു എന്നുള്ള രീതിയിലാണ്. അവിടെ എവിടെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടതിൻ്റെ ഒരു പിന്നെ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഈവൻ അങ്ങനെ ഒരു സാധ്യത പോലും അവിടെ ഇല്ല. അങ്ങനെയാണ് അതിൻ്റെ നോട്ടീസ് ഡ്രാഫ്റ്റിംഗ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അവർ ആ 4-ാം തീയതി വരെ അങ്ങനെയുള്ള ഒരു ചർച്ചകൾക്കൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ഇതൊരു ഇഷ്യൂ വന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് നടന്ന സംഭവങ്ങൾ ഒരു നിലയ്ക്കും ചർച്ചയ്ക്ക് അനുകൂലമായൊരു സാഹചര്യമല്ല അവിടെ ഉണ്ടായത്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഇല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥരനെയൊക്കെ ഏറ്റവും മോശമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലൊക്കെയാണ് അന്നും ഇന്നും പോസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ സമര രീതികളൊക്കെ ഉണ്ടായത്. ബേബി മെമ്മോറിയലിൽ നടന്നതറിയാം. അതുപോലെ തന്നെ ആസ്റ്ററിൽ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പരെ കുറിച്ചൊക്കെയുള്ള അവരുടെ കമൻറ്റുകളും അതിൽ ആസ്റ്റർ മിംസിലും അതുപോലെ തന്നെ മെഡിസിറ്റിയിലൊക്കെ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ ഒരു തൊഴിൽ സമരത്തിനോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിനോ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ക്ലാസ്സിന് ഒരിക്കലും യോജിക്കുന്ന ഒരു രീതിയിലല്ല സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു മിലിറ്റൻ്റ് രീതിയിൽ, ഒരു കോഴ്സീവ് രീതിയിലാണ് സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ചർച്ചയ്ക്ക് അനുകൂലം അവരുടെ ആവശ്യം ഏത് വിധേനയും എന്ത് നെറികേടും നടത്തി നേടിയെടുക്കാൻ എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഒരു മിലിറ്റൻസി അല്ലെങ്കിൽ ഒരു മിലിറ്റൻ്റ് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇപ്പോൾ നഴ്സിംഗ് സമരം നടത്തുന്ന സംഘടനകൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻറ്റൻസീവ് കെയർ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡ്യൂട്ടികൾക്ക് ആവശ്യമായ നഴ്സുകളെ നിയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ആരോപണം, അതായത് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് എങ്ങനെ അസോസിയേഷന് പറയാൻ കഴിയും? ഈ മിലിറ്റൻ്റ് എന്നുള്ള വാക്കുപയോഗിച്ചത് ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. മിലിറ്റൻസി നമ്മൾ ഇന്ന് കാണുന്ന ആ രീതിയല്ല, ആ ഒരു അവരുടെ രീതിയെക്കുറിച്ചുള്ള ഒരു പരാമർശം മാത്രമാണത്. ഈ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പിന്നെ നിയമങ്ങളും ഒന്നും പാലിക്കാതെയുള്ള ഒരു സമരം രീതി എന്നുള്ളത് ആണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ ആശുപത്രി മേഖല എന്നുള്ളത് അവശ്യ സർവീസാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആശുപത്രിയിൽ നടക്കുന്നത്. ഒരു അപകടം പറ്റി സന്നിഗ്ധാവസ്ഥയിൽ ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ വേണ്ട കെയർ കിട്ടിയില്ലെങ്കിൽ പേഷ്യൻ്റ് മരണപ്പെടാം. ഒരു ഓപ്പറേഷൻ നടത്തേണ്ട ഒരു പേഷ്യൻറ്റിന് എമർജൻസി ഓപ്പറേഷൻ നടത്തിയിട്ടെങ്കിൽ മരണപ്പെടാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാവാം. കാർഡിയാക് അറസ്റ്റ് വന്ന ഒരു പേഷ്യൻ്റ് നമ്മൾ സമയമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
അവിടെ ക്രിട്ടിക്കൽ കെയർ ഏരിയയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുക, അല്ലെങ്കിൽ ഒ ടിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുക. ലേബർ പെയിനുമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ്, ഒരു ലേഡി, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ടതുണ്ട്. അത് കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ അമ്മ മരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു മരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ടാണ് കോടതി തന്നെ അന്ന് ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇങ്ങനെയുള്ള അവശ്യ മേഖലകൾ, അത്യാവശ്യ മേഖലകൾ, അതായത് ICU, NICU, അടിയന്തര പ്രാധാന്യമുള്ള മേഖലകളിൽ സമരം പാടില്ല എന്നുള്ളത്. ഇവർ പുറത്ത് മുഴുവൻ പറയുന്നത് ഇതാണ്, ഞങ്ങൾ ആവശ്യത്തിനുള്ള ആൾക്കാരെ നിർത്തിയിട്ടാണ്. അത് ആദ്യത്തെ 1-2 ദിവസത്തെ സമരത്തിന് ഒരു പരിധിവരെ ശരിയാണ്. അതായത് അന്ന് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി 21-ന് 3-1 ഇല്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റാഫിനെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരാണ് മറ്റേ റാലിക്കൊക്കെ പോയിട്ടുള്ളത്. 4-ാം തീയതിയും ഏകദേശം അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അതൊക്കെ ഒരു ദിവസത്തേക്കുള്ള താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കും. അത് കഴിഞ്ഞ് 4-ാം തീയതിയാണ്, പിന്നെ രാത്രിയാണ് പ്രഖ്യാപിക്കുന്ന 5-ാം തീയതി മുതൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്നുള്ളത്. ആ 3-1 അപ്പോൾ അവിടെ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം ടോട്ടലി താളം തെറ്റാണ്. 9-ാം തീയതി മുതലുള്ള സമരത്തിൽ അവർ മുഴുവൻ പേര് ഇറങ്ങിക്കൊണ്ടാണ് സമരം നിർത്തുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ ക്രിട്ടിക്കൽ ഏരിയാസിൻ്റെ കെയർ നടക്കുന്നത്? അപ്പം അത് എവിടെയും പിന്നെ അപൂർവം ചിലയിടത്ത് ഹോസ്പിറ്റലുകളിൽ അത്യാഹിതം വരാതിരിക്കാൻ ഉണ്ടായ കാരണം, ഒന്ന്, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ അത്രയും പ്രശ്നമുള്ള രോഗികളെ അവർ മാറ്റേണ്ടി വന്നു, മാറ്റി. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ ട്രെയിനീസോ അല്ലെങ്കിൽ മറ്റുള്ളതോ അങ്ങനെയുള്ളവരെയൊക്കെ വെച്ചുകൊണ്ട് പലരും സമരത്തിന് പങ്കെടുക്കാത്തവരുണ്ട് ധാരാളം. ഈ സമരത്തോട് എതിർപ്പുള്ളവരുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് പലയിടത്തും ഭാഗികമായിട്ടെങ്കിലും കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ 1-2 ഹോസ്പിറ്റലിൽ, പിന്നെ 500 ബെഡുള്ളൊരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം 92 അഡ്മിഷൻ, 30-40 പിന്നെ സർജറി വരെ നടന്നിരുന്നിടത്ത് ഇപ്പോൾ 3-4 സർജറിയാണ് നടക്കുന്നത്. ഇതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രയും ജനങ്ങൾക്ക് അവിടെ ആ ആരോഗ്യ പരിചരണം കിട്ടുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ സമരം ചെയ്യുന്ന മേഖല ആശുപത്രി മേഖലയാണ്. സമരം ചെയ്യുന്നത് രോഗികളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ പരിചരണവുമായിട്ടുള്ള കാര്യങ്ങളെ എന്താ പറയുക, ബലിയാടാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സമരത്തെ ഒരു നിലയ്ക്കും അനുകൂലിക്കാൻ കഴിയില്ല. പക്ഷേ അമിത ജോലി ഭാരത്തെക്കുറിച്ച് അവർ പരാതിപ്പെടുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ മേഖലയിലാണെങ്കിൽ അറിയാം, നമുക്ക് 3 ഷിഫ്റ്റാണ് അവിടുത്തെ സമ്പ്രദായം എന്ന് പറയുന്നത്. സ്വകാര്യ മേഖലയിലും 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്തിടെ. എന്തുകൊണ്ടാണ് ഇവിടെ നേഴ്സുമാർക്ക് ഇത്ര വലിയ ഒരു ജോലിഭാരം ഉണ്ടാകുന്നത്? അതേക്കുറിച്ച് അവർ പരാതി പറയുന്നത്. ഇപ്പോൾ സമരത്തിൽ പോലും അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം കൂടിയില്ലേ അത്? ഈ ജോലിഭാരത്തെക്കുറിച്ച് പറയുമ്പോൾ 3 ഷിഫ്റ്റ് മിക്കവാറും ഉള്ള വലിയ ഹോസ്പിറ്റലുകൾ എല്ലാവിടെയും 3 ഷിഫ്റ്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഗസ്റ്റഡ് ഓർഡർ, പിന്നെ 100 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകൾ ഒഴികെ ബാക്കി അതിന് മേലെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നഴ്സുമാർക്ക് 3 ഷിഫ്റ്റാണ് അനുവദിച്ചിട്ടുള്ളത്. അത് ഒരുവിധമുള്ള ഹോസ്പിറ്റലുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. പലയിടത്തും 6-6-12, ചിലയിടത്ത് ചെറിയ മാറ്റങ്ങളോടുകൂടി 8-8 വരുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുണ്ട്. അതൊരു ഹോസ്പിറ്റലിൻ്റെ വർക്ക് ലോഡും അതുപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻ്റ് ഇൻപുട്ട്, അവിടെയുള്ള സ്റ്റാഫ് സ്ട്രെങ്ത്ത്, അവിടുത്തെ സ്റ്റാഫിൻ്റെ സ്കില്ല്, ഇതെല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു വർക്ക് അറേഞ്ച്മെൻ്റാണ് അത് സാധാരണഗതിയിൽ അത് നടക്കുക. ഇതിപ്പോൾ ഈ എല്ലാ മേഖലയിലും പിന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരേപോലെ അത് നടപ്പിലാക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കില്ല. ചിലപ്പോൾ വളരെ ചെറിയ സെറ്റപ്പുകൾ ഉണ്ടാവും, അവിടെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നാട്ടിൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ അടുത്തുള്ളവരൊക്കെയാണ്, അപ്പോൾ അവർക്ക് പോകാനും വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല അതുകൊണ്ടാണ് ഗവൺമെൻറ് തന്നെ 100 ബെഡിൽ താഴെയുള്ളവർക്ക് അത് ബാധകമാക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞത് പിന്നെ വർഷമാണ് അത് എല്ലാവർക്കും ബാധകമാക്കിക്കൊണ്ടുള്ള ഒരു പിന്നെ ഓർഡർ വന്നത്. അതിലുള്ള പ്രായോഗികത പ്രശ്നങ്ങൾ കാരണമാണ് അത് അവിടെ സ്റ്റേ ആയത്. അപ്പം ഇത് ഇപ്പോൾ നിലവിൽ ഇവർ പറയുന്ന മിക്കവാറുള്ള ഹോസ്പിറ്റലുകളിൽ 3 ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ ഓരോ തൊഴിലിനും അതിൻ്റേതായ പിന്നെ ജോലിഭാരങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ നഴ്സുമാർക്ക് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അവരുടേതായ ജോലിഭാരങ്ങളുണ്ട്. അത് ഹോസ്പിറ്റൽ മേഖല വിട്ട് മറ്റുള്ള മേഖലയിലായാലും ഒക്കെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടാവും. അതേ സമയം 8 hours ഷിഫ്റ്റ് മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടാവും.
അങ്ങനെ പല ഭാഗത്തും ഓരോ തൊഴിൽ മേഖലയിൽ ഓരോ തൊഴിൽ സാഹചര്യത്തിനനുസരിച്ചാണ് ജോലി ഭാരങ്ങൾ വരിക. അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് സാധാരണഗതിയിൽ അവർ 24 hours ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഹൗസ് സർജൻസും മറ്റ് ഇൻറ്റേൺസും റെസിഡൻസും ഒക്കെ 48 മണിക്കൂർ വരെയൊക്കെ ഡ്യൂട്ടി വരുന്നതും 36 മണിക്കൂർ ഡ്യൂട്ടി വരുന്നതൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ കാണാറുണ്ട്. 24 hours വർക്ക് ചെയ്യുന്നവരുണ്ട്. കാഷ്വാലിറ്റിയിലൊക്കെ ഉള്ളവരെ പലപ്പോഴും അങ്ങനെയാണ്. ഈവൻ കൺസൾട്ടൻസ് പോലും ഏത് പാതിരാത്രിക്കും ചിലപ്പോൾ വിളിച്ചാൽ വരേണ്ടി വരും. അപ്പോൾ ഓരോ മേഖലയിലുള്ള തൊഴിൽ എന്താണോ അവരുടെ തൊഴിൽ ഘടകം അതനുസരിച്ച് മാത്രമാണ് അത് വരുന്നത്. അതിൽ തെറ്റായ ഒരു കാര്യങ്ങൾ നടക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറ്റാവുന്നവിടെയൊക്കെ 3 shift ഉണ്ട്. അല്ലാത്തടത്ത് തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിൽ സഹകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഈ വൺ ഷൂ ഫിറ്റ്സ് ഓൾ എന്നുള്ളത് പല കാര്യങ്ങളും നമുക്ക് നടക്കില്ല. കാരണം സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഓരോ ഹോസ്പിറ്റലിൻ്റെയും സാഹചര്യം, ഓരോ തൊഴിലിടത്തിലുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അവരുടെ വരുമാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുമാനം, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം. അപ്പോൾ അതൊക്കെ കണക്കിലാക്കിക്കൊണ്ട് അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. അപ്പോൾ അത് പൊതുവേ അങ്ങനെ ഒരു ജോലിഭാരം എന്ന് പറയുന്നത് അവർക്ക് വേണ്ട ജോലിഭാരമുണ്ട്. ഇനി അടുത്തൊരു ഇത് നിയമപരമായിട്ടുള്ളൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഈ 6-6-12 വരുമ്പോൾ സാധാരണഗതിയിൽ ലേബർ നിയമപ്രകാരം ഒരാൾ 8 മണിക്കൂർ ഒരു ഡേ വർക്ക് ചെയ്യണം. 6 ദിവസം വർക്ക് ചെയ്യും. 48 മണിക്കൂർ ഒരാഴ്ചയിൽ 208 മണിക്കൂറാണ് ഒരു മാസം ഒരു തൊഴിലാളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 6-6-12 192 മണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം 198 മണിക്കൂറേ ഒരാൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അവർ ലീവൊക്കെ അടക്കമുള്ള ഡേയ്സ് ഞാൻ കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് അവർക്ക് എലിജിബിൾ ലീവുള്ള ദിവസങ്ങൾ കൂടി അത് വർക്കിംഗ് അവേഴ്സ് ആയിട്ട് കണക്കാക്കിയാലും 208 മണിക്കൂർ അവർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ശമ്പളം അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അതിന് തത്തുല്യമായ സേവനം കിട്ടുക എന്നുള്ളതും ഒരു റെസിപ്രോസിറ്റി വേണ്ടേ? അപ്പോൾ മിനിമം 208 മണിക്കൂർ വരുന്ന രീതിയിൽ അത് ആ ഓർഡറിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതാത് ഹോസ്പിറ്റലുകൾ അവരുടെ ഇതിനനുസരിച്ച് തൊഴിലാളികളും തൊഴിലുടമകളും അല്ലെങ്കിൽ മാനേജ്മെൻറ്റും തമ്മിൽ ചർച്ച ചെയ്ത് 208 മണിക്കൂറിൽ അധികം വരാത്ത രീതിയിൽ തൊഴിൽ അവരുടെ ടൈമിങ് ക്രമീകരിക്കാം എന്നുള്ളതായിരുന്നു മുമ്പത്തെ സർക്കുലർ ഓർഡർ. അതനുസരിച്ചാണ് പല ഹോസ്പിറ്റലുകളും മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം 3 കമ്മിറ്റികൾ ഇത് സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്, ബൽറാം കമ്മിറ്റി, ജഗദീഷ് കമ്മിറ്റി, അതുപോലെ തന്നെ വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ വന്നതാണ്. ഈ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ ജോലി സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി നഴ്സുമാർ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ നടപ്പാക്കാതെ പോയത്? അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇതിൽ 1-2-3 കമ്മിറ്റി റിപ്പോർട്ടുകളാണ് സാധാരണഗതിയിൽ പരാമർശിക്കപ്പെടാറുള്ളത്. ഒന്ന് ജഗദീഷ് കമ്മിറ്റി റിപ്പോർട്ട്. അത് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്ന അവർ ഒരു കമ്മിറ്റിയെ വെക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുകയും അവർ വെച്ച കമ്മിറ്റിയാണ് ഈ ജഗദീഷ് കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ അതിൻ്റെ ബേസിലാണ് ഈ 40,000 ഇവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ തുല്യ വേതനത്തിന് തുല്യ ജോലിക്ക് തുല്യ വേതനം. അത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷേ എവിടെയാണത് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? ഇനി ഗവൺമെൻറ്റിൽ പോലും അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെൻറ്റിലെ ഒരു സ്ഥിരം ജീവനക്കാരന്, അപ്പോൾ ഒരു നേഴ്സ് തന്നെ എത്ര കിട്ടുന്നുണ്ടാവും? അതിൻ്റെ പകുതിയിലോ അതിൽ കമ്മിയാണ് NRHM വഴി പോസ്റ്റ് ചെയ്യുന്ന ഒരു നേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ അവിടെ അവർക്ക് തുല്യവേതനം വേണ്ടേ? അതേ പണി തന്നെയല്ല ഇവരും ചെയ്യുന്നത്. NRHM മുഖേന അല്ലെങ്കിൽ കോൺട്രാക്റ്റ് മുഖേന അല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിലോ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീമായാലും നിശ്ചയിക്കുന്ന വേതനത്തിന് ഈ അടുത്ത കാലം വരെ 16-17 ആയിരുന്നു. ഇപ്പോൾ 21-22 ആവശ്യം ഉണ്ട്. അത് അതേപോലെ തന്നെ ഡോക്ടർമാർ ഈ പറഞ്ഞ പോലെ 70-80 റെഗുലർ ഇതിന് കൊടുക്കുമ്പോൾ 30,000-40,000 ഗവൺമെൻറ് ഈ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ മാത്രമല്ല ESIയിലോ മറ്റുള്ളതിൽ പലതിലും ഇതുപോലെ കോൺട്രാക്റ്റിലൊക്കെ എടുക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ തുല്യവേതനം തുല്യ ജോലിക്ക് എന്ന് പറയുകയാണെങ്കിൽ അത് മൊത്തത്തിൽ എല്ലാവരുടെയും ബാധകമാക്കണം. അല്ലാതെ
ഒരു സെക്ടറിൽ മാത്രം ബാധകമാക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. രണ്ടാമത്തത്, ഗവൺമെൻറ് സെക്ടറിൽ അത് ഗവൺമെൻറ്റാണ് അതിൻ്റെ ചെലവുകൾ മുഴുവൻ വഹിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് നിശ്ചയിക്കാം. പക്ഷേ അതിന് പ്രത്യേകമായ ഒരു അടിസ്ഥാനമില്ല. പക്ഷെ അതേസമയം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെ വരുന്ന വരുമാനത്തിന് വ്യക്തമായ ചില കണക്കുകളുണ്ടാവും. അതിനനുസരിച്ചുള്ള ചെലവുകൾക്കും മാത്രമാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനം നിലനിന്ന് പോവില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ HR കോസ്റ്റ് ഒരു 40 to 60% വരെ പോവാം. ചിലയിടത്ത് 60 ഉണ്ട്. ഒരു ആവറേജ് നമുക്കൊരു 50% എന്ന് വെക്കാം. 50% HR കോസ്റ്റാണ്. HR കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യ വിഭവശേഷിക്ക് കൊടുക്കുന്ന സാലറിയാണ്. ഇത് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ നിലനിൽക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ട വേതനം നിശ്ചയിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ സംഖ്യ ഉണ്ടാക്കേണ്ടത്? അവിടെയാണ് ഇനി ഏറ്റവും വലിയ പ്രശ്നം. മാനേജ്മെൻറ്റുകൾ വേതന വർധനവ് ക്രമാതീതമായി അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിൽ വരുമ്പോൾ നമ്മൾ ഇടപെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ഭാരം മുഴുവൻ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടി വരും. അതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല, വേറെ എവിടെ നിന്നും കൊണ്ടുവരാൻ കഴിയില്ല. മാനേജ്മെൻറ്റ് അവർക്ക് വേറെ ഫണ്ടിങ് ഒന്നുമില്ല. പേഷ്യൻറ്റിൻ്റെ മേലെ ബില്ലായി, ഹോസ്പിറ്റൽ ബില്ലായി അത് ചുമത്തുക മാത്രമേ നിവൃത്തിയുള്ളൂ, വേറെ ഒരു ഇതുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 5 പൈസ ഗവൺമെൻറ് സബ്സിഡിയോ മറ്റു കാര്യങ്ങളോ ഒരു നിലയ്ക്കും സഹായങ്ങളുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് മാത്രമേ ഇതിന് നിർവാഹമുള്ളൂ. അപ്പോൾ അവിടെയാണ് പല തലത്തിലുള്ള ഹോസ്പിറ്റലുകളുടെ ഇഷ്യൂസ് വരുന്നത്. കാരണം ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിന് ചിലപ്പോൾ അത് പ്രായോഗികമായി ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും വലിയൊരു തുക നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടാവും, അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതുപോലെ തന്നെ അവിടെ അവരൊരു ചെറിയ കമ്മ്യൂണിറ്റിക്ക് കേറ്റർ ചെയ്യുന്നവരായിരിക്കും. ആ കമ്മ്യൂണിറ്റീനെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ എന്താണ് ചാരിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാവും. ഇതൊക്കെ ഘടകങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു നിലയ്ക്കും നിലവാരമില്ലാതെ വർദ്ധിപ്പിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഈ ജനങ്ങളുടെ മേലെ ഇത്രയും വലിയൊരു ബാധ്യത വരുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മിനിമം വേതനം. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചർച്ച ഈ മിനിമം വേതനത്തെ നഴ്സുമാരിലേക്ക് ചുരുക്കുന്നതാണ് ഏറ്റവും വലിയൊരു അപകടം. യഥാർത്ഥത്തിൽ മിനിമം വേതനം എന്ന് പറയുന്നത് ഏറ്റവും ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ബാധകമാണ്. അതായത് അവിടുത്തെ അറ്റൻഡേഴ്സ്, സ്വീപ്പേഴ്സ്, അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ്, മറ്റ് പാരാമെഡിക്കൽ, മെഡിക്കൽ എല്ലാവരും പെടും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിന് നഴ്സുമാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നഴ്സുമാർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരിക്കും. അവരുടെ സാലറീൻ്റെ ഡിമാൻഡ് മാത്രം അവർ പറഞ്ഞാൽ മതി. അതായത് 10 ലക്ഷം ഉള്ള ഒരു സാലറി ഒരു മാസം കൊടുക്കുന്നവരുടെ ആണെങ്കിൽ മേ ബി 12 ലക്ഷം വരെ അവർക്ക് സാലറി അടുത്ത മാസം മുതൽ കാണണം. ഈ എക്സ്ട്രാ വരുന്നത് മുഴുവൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഫീസായിട്ട് നടത്തി ഉയർത്തുക നിവൃത്തിയുള്ളൂ. വേറെ ദർ ഇസ് നോ അതർ ഗോ. അതാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ ഈ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരോഗ്യ മേഖലയ്ക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വ്യവസായ മേഖലയ്ക്ക് തന്നെ ഒരു ഭീഷണിയാണ്. ഇത് എന്താണ് ഇതിന് ആത്യന്തികമായ ഒരു പരിഹാരം? ഇത് മാനേജ്മെൻറ്റും KPHAയും ഈ സമരത്തെ കാണുന്ന 2 ആംഗിളിലാണ്. ഒന്ന്, മിനിമം വേതനവും ഫെയർ വേജസും എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാവുന്ന സംഗതികളാണ്. അതിന് അതിൻ്റേതായ രീതികളുണ്ട്. അത് സമാധാനപൂർവമായ നല്ല രീതിയിലുള്ള ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളിലൂടെയൊക്കെ ഉള്ള പരിഹാരങ്ങളാണ് കാണേണ്ടത്. ഇനി എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയ്ക്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അത് ഒരു കാര്യമാണ്. രണ്ടാമത്തത്, അതേസമയം ഈ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തിയും ഹോസ്പിറ്റലുകളെ മൊത്തം ഭീഷണിയിലാക്കിക്കൊണ്ട് രോഗികളുടെ ആരോഗ്യത്തെ പരിഗണിക്കാതെ, അതുപോലെ തന്നെ ജീവനെ പരിഗണിക്കാതെ, ഈ ഹോസ്പിറ്റൽ മേഖലയിലുള്ള കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ ഈ ഒരു രീതിയിലുള്ളൊരു സമരമോ രീതിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും ഹാർഡായിട്ടുള്ളൊരു സ്റ്റാൻഡ് മാനേജ്മെൻറ്റ് എടുക്കാൻ കാരണം, അല്ലെങ്കിൽ KPHA എടുക്കാൻ കാരണം. ഇത് ശരിയായ ഒരു തൊഴിൽ സംസ്കാരമല്ല. ഈ മേഖലയ്ക്ക് ഒരിക്കലും ഭൂഷണമായ ഒരു സംസ്കാരമല്ല. ഇവിടെ ഈ സമരത്തിൻ്റെ തന്നെ സാധുത ഈ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനോടുകൂടി തീർന്നില്ലേ? ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്നു 6-ാം തീയതി, മാർച്ച് 6-ാം തീയതി ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് 60 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ആക്ഷേപം ഉണ്ടെങ്കിലും എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കാം. സമർപ്പിച്ച് അതിനുശേഷം 1 മാസത്തിനുള്ളിൽ അതിൻ്റെ
ചർച്ചകൾ നടത്തി ഫൈനൽ പിന്നെ വിജ്ഞാപനം ഇറക്കണം. ഇതാണ് ലേബർ കോഡിലുള്ളത്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ എല്ലാവരെയും പിന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള സമരം മുഖം എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അതായത് ചർച്ചകൾക്കുള്ള സാധ്യതകളെല്ലാം അടഞ്ഞു എന്നാണോ? ഇവിടെ ഗവൺമെൻറ്റാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആക്ഷൻ എടുക്കേണ്ടത്. നമ്മൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ തൊഴിൽ മന്ത്രിക്കും മറ്റ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും എല്ലാവർക്കും നിവേദനങ്ങൾ അയച്ചിട്ടുണ്ട്. കാരണം ഇത് ശരിയായ രീതിയിലുള്ള ഒരു സമരമല്ല, ഈ മേഖലയിൽ ഇങ്ങനെ ഒരു സമരം പാടില്ല, അവരുടെ ന്യായമായ ഡിമാൻഡുകൾക്ക് പിന്നെ നിലനിൽപ്പുണ്ട്, അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നു, ഓൾറെഡി മിനിമം വേജസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോൾ അതുമായിട്ട് സഹകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഈ ആംഗിളിൽ നിന്നുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ഇതിലിനി വേറെ ഒരു സംഗതി കൂടിയുള്ളത്, സാലറി കമ്മിയുള്ള സ്ഥാപനങ്ങളിൽ പലയിടത്തും സമരങ്ങളില്ല. സ്വാഭാവികമായും വരേണ്ടത് അവിടെയല്ലേ. ഈ വലിയ ഹോസ്പിറ്റലുകളെ ലക്ഷ്യം വെക്കുന്നതിൻ്റെ പിന്നിൽ ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് പൊതുവെ ഒരു ടോക്കുണ്ട്. ഞങ്ങൾക്കും അത് തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ പിന്നെ ടോട്ടലി ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള ചില അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കണ്ണൂർ സമരം നടന്നപ്പോൾ കണ്ണൂർ ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നെ പേഷ്യൻസിനെ കൊണ്ടുവരാൻ വേണ്ടി ആ ഹോസ്പിറ്റലിൻ്റെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ സമരമാണ്, അതുകൊണ്ട് ഇവിടെ പേഷ്യൻസ് കൊണ്ടുവരണം, ഇവിടെ പേഷ്യൻസിനെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അയച്ച ഓഡിയോ സന്ദേശങ്ങൾ പുറത്തിറങ്ങുണ്ടായി. അത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ളത് ഒരു വശമാണ്. പക്ഷേ സ്വാഭാവികമായും അതുപോലെ തന്നെയാണ് പിന്നെ കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെയും ഇതേ ചെയിനിൻ്റെ കീഴിലുള്ള കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെയും ഇതേപോലെയുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് വന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ പിന്നിൽ വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് സംശയം തോന്നാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് പിന്നെ ഹോസ്പിറ്റൽസിനെ കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളത്, അതുപോലെ തന്നെ ആസ്റ്റർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബേബി മെമ്മോറിയൽ ഗ്രൂപ്പ്, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമരം വരുമ്പോൾ അവിടെയൊക്കെ വേറെ ചില അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ, അതിന് വേറെ മാനങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അത് എത്രത്തോളം അതിനെ പിന്നെ കാണാൻ കഴിയും എന്നുള്ളത് എളുപ്പമല്ലെങ്കിലും നമ്മളത് അന്വേഷിക്കേണ്ട ഒരു സംഗതിയായിട്ടാണ് നമുക്ക്. ഈ അജണ്ടകൾ എന്ന് പറയുമ്പോൾ ഈ ആശുപത്രി ഗ്രൂപ്പുകൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തിടെ ഉണ്ടായ ചില ആരോപണങ്ങളുണ്ട്. ഈ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് വലിയ തോതിലുള്ള വലിയ കമ്പനികൾ നിക്ഷേപം നടത്താൻ പോകുന്നു എന്നുള്ളത്, അത്തരത്തിലുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ചില അഭ്യൂഹങ്ങൾ അതുമായി കൂട്ടിച്ചേർത്ത് ഇതിനെ വായിക്കാൻ കഴിയും. പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും അതിൽ പ്രസക്തിയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ചില ഹോസ്പിറ്റലുകൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ഇതിനെ സമരത്തെ ഉപയോഗപ്പെടുത്തുന്നു. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഏറ്റവും ആദ്യം പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ അത് ചില പിന്നെ അജണ്ടകൾ ഈ പറഞ്ഞ മാതിരി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ ഇടയിലാണ് അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നത്. അതായത് ഫോറിൻ പ്രൈവറ്റ് ഇക്വിറ്റി ധാരാളം കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇത് നമ്മൾ കാണേണ്ടത് കേരളം മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ പല ഹോസ്പിറ്റൽ ചെയിനുകളും, മാക്സ് ഗ്രൂപ്പ്, അപ്പോളോ ഗ്രൂപ്പ്, അങ്ങനെ പല ചെയിനുകളെയും ഫോറിൻ ഇക്വിറ്റി വരുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ പിന്നെ പല രീതിയിൽ മാറുന്നുണ്ട്. കേരളത്തിൽ 1-2 പിന്നെ ഫോറിൻ ഇക്വിറ്റി ഫണ്ടേഴ്സ് ഇവിടെ പല ഹോസ്പിറ്റൽ ചെയിനുകളിലും ഒക്കെ പിന്നെ അവർ ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെ ഭാവി, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ സമരം അവർ ഉദ്ദേശിച്ചിട്ടാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ സമരം കൊണ്ട് ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം ഈ രീതിയിലൊക്കെ ശമ്പള വർധനവും ഈ രീതിയിൽ തൊഴിൽ സാഹചര്യങ്ങളിലെ മാറ്റമൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റൽ മേഖലയിൽ തന്നെ വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. ചെറിയ ഹോസ്പിറ്റൽസൊക്കെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുഗുണമല്ലാത്ത രീതിയിൽ കൾച്ചർ മാറുമ്പോൾ ഈ പല ഹോസ്പിറ്റൽസും ഇപ്പോൾ അവർക്കിത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ കൈയൊഴിയുന്നത്. ഒന്ന്, അതിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ, പുതിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഇഷ്യൂസ്,
പിന്നെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അവസാനം എന്തിനാണ് ഇത്രയും തലവേദന എടുത്തിട്ട് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാനേജ്മെൻറ്റുകൾ എത്തുന്ന ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ ഒരു സംഗതി യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് നല്ലതല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ആപൽ സൂചകമായ ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നത്. ഈ നഴ്സുമാരുടെ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നഴ്സുമാരുടെ ഈ ട്രെയിനിഷിപ്പ് എന്ന് പറയുന്നതാണ്. ഇത് ഈ നഴ്സിംഗ് വിദ്യാഭ്യാസം കഴിയുന്നവർക്ക് നിർബന്ധിതമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതായത് ഒരു വർഷത്തെ ബോണ്ട് എന്ന തരത്തിലായിരുന്നു നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് പല ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നതുമാണ്. ഈ ട്രെയിനിഷിപ്പ് നിർത്തലാക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതിലെന്താണ് ഒരു നിലപാട് സംഘടനയുടെ? ഓക്കെ, ഇതിനെ രണ്ട് രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, നിയമപരമായിട്ട് ഈ പഠിച്ചിറങ്ങുന്ന നഴ്സുമാർക്ക്, അതായത് GNMO VSCO കഴിഞ്ഞിറങ്ങുന്ന നഴ്സുമാർക്ക് 1 ഇയർ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം, അത് പിന്നെ നിയമവിരുദ്ധമല്ല. ഗവൺമെൻറ് ഗസറ്റഡ് ഓർഡർ പ്രകാരമുള്ളൊരു സംഗതിയാണ്. 2012 ആണ് ഇങ്ങനെ ഇതിനു മുമ്പ് ഒരു സമരം നടന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ IRC തീരുമാനം, അതായത് തൊഴിലാളികളും നഴ്സസും പിന്നെ തൊഴിലാളി സംഘടനകളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുകളും ഒക്കെ ഉൾപ്പെടുന്ന IRCയിലൂടെ എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ് ചെയ്തത്. അതായത് പിന്നെ പഠിച്ച് ഇറങ്ങുന്ന ഒരു പിന്നെ നഴ്സിന്, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഒരു നഴ്സിന് 1 ഇയർ വരെ ട്രെയിനി ആയിട്ട് അവർക്ക് തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ ആനുകൂല്യങ്ങളും PF, ESI മറ്റു കാര്യങ്ങളതൊന്നും ബാധകമല്ല, അവർക്കൊരു സ്റ്റൈപ്പൻ്റാണ്, അല്ലാതെ സാലറി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ ഗസ്റ്റഡ് ഓർഡർ ഇറക്കുകയാണ്, GO ഇറക്കുകയാണ് ഉണ്ടായത്. അത് 2013 വീണ്ടും പരിഷ്കരിച്ചു. അവസാനമായിട്ട് പരിഷ്കരിച്ചത് 2018 അത് ഗസ്റ്റഡ് ഓർഡർ പ്രകാരമുള്ള ഒരു സംഗതിയാണ്, നിയമവിരുദ്ധമായ ഒരു സംഗതിയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഇത് ഓൾറെഡി മുമ്പ് അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ ഈ UNAയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെ ഇത് ഹോസ്പിറ്റൽ മേഖലയിൽ മാത്രമൊന്നുമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. ഒന്നുകിൽ ട്രെയിനിങ് ആയിട്ടോ അല്ലെങ്കിൽ റെസിഡൻസിഷിപ്പായിട്ടോ അതല്ലെങ്കിൽ അപ്രൻറ്റീസ് ആയിട്ടോ ഒക്കെ എല്ലാ മേഖലകളിലും ഉള്ളതാണ്. ഒരു ഡോക്ടേഴ്സ് പുറത്തിറങ്ങുകയാണെങ്കിൽ അവർ 1 ഇയർ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാൻ. അപ്പോൾ ഇതിനിടയിൽ ഉണ്ടായ സംഗതി, ഇതിൻ്റെ പിന്നാമ്പുറം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് 1 ഇയർ ഇവർക്ക് പിന്നെ നിർബന്ധിതമായിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അത് INC എടുത്തു കളഞ്ഞു. അപ്പോഴാണ് ഇതൊരു ഇഷ്യൂ ആയി വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനൊരു ഓർഡർ വന്നതും അത് തുടരുന്നതും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പോയിന്റ്, നമ്മുടെ കേരളത്തിലെ നഴ്സുമാർ എന്ന് പറയുന്നത് വളരെ മൂല്യ ഉള്ള ഒരു ഇതാണ് പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ അവർക്ക് പഠിക്കുന്ന കാലയളവിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷറേ കിട്ടുള്ളൂ. അതിപ്പോൾ സാധാരണഗതിയിൽ അവരുടെ കരിക്കുലം ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് അവർ ആ സമയത്ത് പഠിക്കുന്നത്. അതല്ലാതെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ടോട്ടൽ കെയർ ഒരു ഡ്യൂട്ടിക്ക് രാവിലെ ജോയിൻ ചെയ്ത് ആ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലേക്ക് അവർ വരുന്നില്ല. പഠിക്കുന്ന കാലത്ത് ഒരിക്കലും അത് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ ശേഷം 1-2 വർഷത്തിൻ്റെ ഉള്ളിലാണ് അവർ ഈ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നത്. അത് ഗെയിൻ ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ അവർക്ക് കോമ്പിറ്റൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അതേസമയം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ സ്കൂളിലോ കോളേജിലോ പഠിച്ച് പുറത്തിറങ്ങുന്നവർക്ക് അങ്ങനെ ഒരു ലെവൽ ഓഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി രണ്ടാമതൊരു വശമുള്ളത്, കേരളത്തിൽ നഴ്സിംഗ് കോളേജോ സ്കൂളോ തുടങ്ങാൻ ഒരു ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ കോളേജ് സ്കൂളോ അനുവദിക്കുകയുള്ളൂ. കേരളത്തിന് പുറത്ത് അതല്ല സ്ഥിതി. തമിഴ്നാട്ടിൽ പോയാലും കർണാടകത്തിൽ പോയാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയാലും ഒരു അഫിലിയേഷൻ, പിന്നെ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഇല്ലാത്ത ധാരാളം കോളേജുകളുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുമായിട്ട്, ചിലപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ഒരു അഫിലിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു വർഷത്തിൽ 1 മാസമോ 2 മാസമാണ് അവർക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നത് തന്നെ. അപ്പോൾ അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടുന്നവർ ചിലപ്പോൾ പിന്നെ സ്കില്ലും ഇല്ലാതെയാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഏറ്റവും ഏറ്റവും മിനിമം ബേസിക് ഇതിൽ എടുക്കണം എന്ന് പറയുമ്പോൾ പ്രായോഗികമായി അതിൽ പ്രയാസമുണ്ട്. അത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാർത്ഥികളുടെ അവരുടെ പഠനത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടി അതിനെ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് കാണുമ്പോൾ
അതിൽ തെറ്റായ ഒരു സംഗതിയായിട്ട് കാണുന്നില്ല. അതിൽ മേ ബി അതിൻ്റെ സ്റ്റൈപ്പൻഡ് റിവിഷൻ നടക്കേണ്ടതുണ്ട്. കാരണം 2018 10,000 രൂപ വെച്ചിട്ടുള്ള പിന്നെ ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് റിവിഷൻ വന്നിട്ടുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ മിക്കവാറുള്ള ഹോസ്പിറ്റലുകളിൽ 15ഉം 20ഉം ഒക്കെ ഇപ്പോൾ ട്രെയിനീസിന് തന്നെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടോട്ടലി നിർത്തണം എന്നുള്ള കാഴ്ചപ്പാടിനോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഹെൽത്ത് ടൂറിസം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ, സമരം മാത്രമല്ല, ഇപ്പോൾ ഈ സമരം ഒരു സമവായത്തിലേക്ക് പോകാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഈ ഒരു മേഖലയെ ബാധിക്കാനുള്ള സാധ്യതകളില്ലേ? അതിനെ ഏത് തരത്തിലാണ് പരിഹരിക്കാൻ കഴിയുക? കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ മേഖല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഹെൽത്ത് ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അവിടെയാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഹയർ എൻഡ് ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആയുർവേദവും ഒക്കെ രംഗത്ത് വരുന്നത്. ഈ പുറത്തുനിന്ന് നമുക്കിവിടെ മെഡിക്കൽ ടൂറിസത്തിന് ആൾ വരുന്നത് 2 കാര്യങ്ങൾ പിന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒന്ന്, കേരളത്തിൽ പുറത്ത് ലഭിക്കുന്ന സംവിധാനങ്ങൾ, അത് ടെക്നോളജി ആയാലും ഹെൽത്ത് കെയറിലുള്ള പിന്നെ ഇൻസ്ട്രുമെൻസും മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ടോപ്പ് ലെവലിൽ തന്നെ ലഭ്യമാവുന്നു എന്നുള്ളത് കൊണ്ടും, അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഡോക്ടേഴ്സിൻ്റെയും മറ്റ് മെഡിക്കൽ സർവീസസിൻ്റെയും സേവനം ലഭ്യമാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ ഒരു പ്രതിസന്ധിയിലാവുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു നിലയ്ക്ക് ഈ സമരങ്ങൾ അതിനെ ഒരു ശോഭ കെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു പ്രയാസം തന്നെ ആയിരിക്കും. പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ സമരം നടക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഈ മെഡിക്കൽ ടൂറിസം കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ശരി. അത് മാത്രമല്ല, ഈ ഹെൽത്ത് ടൂറിസം വരുമ്പോൾ ഏറ്റവും നല്ല സേവനം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവി ആയിരിക്കും. കാരണം ഏറ്റവും ടോപ്പ് ക്ലാസ് പിന്നെ ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻസും സേവനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും വേണ്ടതുണ്ട്. അപ്പോൾ ഹയർ ലെവലിലുള്ള ഹോസ്പിറ്റൽസ് അവിടെ നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ പിന്നെ വികസനവും അതുപോലെ തന്നെ നമ്മുടെ വരുമാനവും രണ്ടും അവിടെ ഉദ്ദേശിക്കേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ടോപ്പ് മെഡിക്കൽ ഫെസിലിറ്റി ലഭ്യമാവുക എന്നുള്ളതോടൊപ്പം തന്നെ ഫോറിൻ റവന്യൂ കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള മേഖല ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഹെൽത്ത് കെയർ മേഖലയെ ഇങ്ങനെ പിന്നെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമരം പാടില്ല എന്ന് പറയാൻ കാരണം.